നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. ജീവിതത്തിൻ്റെ നിലവാരമാണ് പ്രധാനം. അതല്ലാതെ നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നതിലെ കണക്കെടുപ്പല്ല പ്രധാനം. ഒരാളുടെ ജീവിതത്തിൻ്റെ മൂല്യം അളക്കുന്നത് അവരുടെ പ്രവൃത്തികൾ, സ്വഭാവ ഗുണങ്ങൾ, ഓരോ വിഷയങ്ങളെയും സമീപിക്കുന്ന രീതി എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും തന്നെ തോന്നിയേക്കാം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ചത്തതിനൊട്ടുമേ ജീവിച്ചിരിക്കലും എന്ന പദപ്രയോഗം നിങ്ങൾ കേൾക്കാറുണ്ട്. ഒരാൾ 90 വയസ്സുവരെ ജീവിച്ചാലും അർത്ഥവത്തായ ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ അതിന് എത്രമാത്രം വിലയുണ്ടാകുമല്ലേ? ഇടയ്ക്ക് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. നമ്മുടെ മുന്നിലുള്ള ഓരോ അവസരവും നാം നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഗുണമുള്ള ചെറിയ സഹായമാണെങ്കിലും അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? നാം ആത്മാർത്ഥമായ ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവർക്കായി ഒരു ചെറു പുഞ്ചിരി, നിങ്ങളും അവർ നിങ്ങൾക്കായി ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് സ്വയം ചോദിച്ചാൽ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും. സ്വയം ഒരു തിരിച്ചറിവ്, നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമ്മളിലെ ദോഷവശങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്കത് ശരിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം. സ്വാർത്ഥത മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് പറ്റുന്നത് പോലെ കൈത്താങ്ങാവുക. ആരെയും ദ്രോഹിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ സന്തോഷമായി ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അധ്വാനിക്കുക. അമേരിക്കൻ എഴുത്തുകാരനായ നെപ്പോളിയൻ ഹിൽ പറഞ്ഞതുപോലെ, ഇഫ് യു കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ. വലിയ കാര്യങ്ങൾ ചെയ്യാൻ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ, മികച്ച രീതിയിൽ ചെയ്യുക.